നമസ്കാരം. ചിതറിക്കിടക്കുന്ന ഫയലുകളുടെ ആ ഒരു അലങ്കോലത്തിൽ നിന്ന് വളരെ ചിട്ടയായ പവർഫുള്ളായ ഡാറ്റാബേസുകളുടെ ലോകത്തേക്ക് ഒരുമിച്ചൊരു യാത്ര പോയാലോ? ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിവരങ്ങളെ മെരുക്കി ഒരു സൂപ്പർ പവറാക്കി മാറ്റുന്നതിന്റെ കഥയാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ 6 പ്രധാന ഭാഗങ്ങളുണ്ട്. അലങ്കോലത്തിൽ തുടങ്ങി ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, പിന്നെ SQL എന്ന വിപ്ലവം, ഡേറ്റ വൃത്തിയായി സൂക്ഷിക്കുന്ന രീതി, അതിനുമപ്പുറമുള്ള NoSQLന്റെ ലോകം, അവസാനം ഏത് ഡേറ്റാബേസ് തിരഞ്ഞെടുക്കണം എന്നുവരെ നമ്മൾ നോക്കും. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? നമ്മുടെ കഥയുടെ ആദ്യത്തെ അധ്യായം, അതായത് ഡാറ്റാബേസുകളൊന്നും ഇല്ലാതിരുന്ന ആ പഴയ കാലം. അവിടെയായിരുന്നു എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഡാറ്റാബേസൊക്കെ വരുന്നതിന് മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നു വിവരങ്ങൾ സൂക്ഷിച്ചിരുന്നത്? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇതിന്റെ ഉത്തരത്തിലാണ് ഡാറ്റാബേസുകളുടെ യഥാർത്ഥ ആവശ്യം ഒളിഞ്ഞിരിക്കുന്നത്. ഉത്തരമിതായിരുന്നു: ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ തലവേദന തന്നെയായിരുന്നു അത്. ഓരോ വിവരവും ഓരോരോ ഫയലുകളിലായി ചിതറിക്കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരേ ആളുടെ വിലാസം ഒരു ഫയലിൽ ഒന്ന്, വേറൊരു ഫയലിൽ മറ്റൊന്ന്. വിവരങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ മണിക്കൂറുകളെടുക്കും. ഓരോ ഫയലും ഒരു ഒറ്റപ്പെട്ട ദ്വീപ് പോലെയായിരുന്നു. പോരാത്തതിന് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ കയറി നോക്കാവുന്നതുകൊണ്ട് സുരക്ഷ എന്നൊന്ന് പേരിന് പോലുമില്ലായിരുന്നു. ഇതിനൊരു പരിഹാരം അത്യാവശ്യമായിരുന്നു. അങ്ങനെ ആകെ പ്രശ്നമായിരിക്കുന്ന സമയത്താണ് നമ്മുടെ കഥയിലെ ഹീറോ വരുന്നത്: ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം, അഥവാ DBMS. ചിതറിക്കിടക്കുന്ന വിവരങ്ങളെല്ലാം ഒരുമിപ്പിച്ച് കൃത്യമായി അടുക്കി വയ്ക്കുന്ന ഒരു സൂപ്പർ എഫിഷ്യന്റ് ലൈബ്രറിയനെ പോലെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ DBMS എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം: ഡേറ്റാബേസുകളെ ഉണ്ടാക്കാനും അതിനെ മാനേജ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ തരാനും സഹായിക്കുന്ന ഒരു കൂട്ടം സോഫ്റ്റ്വെയറുകളാണ് ഇത്. അപ്പോൾ ഈ DBMS വന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നല്ലേ? പഴയ ഫയൽ സിസ്റ്റത്തിന്റെ എല്ലാ തലവേദനകളും അതോടെ തീർന്നു. ഡേറ്റയുടെ ആവർത്തനമില്ലാതാക്കി, പുറത്തുനിന്നുള്ളവർക്ക് കയറാൻ പറ്റാത്ത രീതിയിൽ സുരക്ഷ ഉറപ്പാക്കി, ഡേറ്റ നഷ്ടപ്പെട്ടാൽ വീണ്ടെടുക്കാൻ സഹായിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഡേറ്റയ്ക്കൊരു ഘടനയും സുരക്ഷയും കിട്ടി. DBMSന്റെ ഒരു മാന്ത്രിക വിദ്യയാണ് ഈ അബ്സ്ട്രാക്ഷൻ. ഇത് മനസ്സിലാക്കാൻ ഒരു നല്ല ഉദാഹരണമുണ്ട്. നമ്മളൊരു കാർ ഓടിക്കുന്നത് പോലെ. നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ടയർ എങ്ങനെ തിരിയുന്നുവെന്നോ എഞ്ചിനുള്ളിൽ എന്തു നടക്കുന്നുവെന്നോ അറിയേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഫിസിക്കൽ തലം. നിങ്ങൾക്ക് വേണ്ടത് കാർ മുന്നോട്ട് പോകണമെന്നതാണ്. അതാണ് ലോജിക്കൽ തലം. നിങ്ങൾ കാണുന്നതോ ഡാഷ്ബോർഡും സ്റ്റിയറിംഗും മാത്രം. അതാണ് വ്യൂ തലം. ഈ ഒരു വേർതിരിവ് ഡേറ്റാബേസിനെ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഡേറ്റാ മാനേജ്മെന്റിലെ ഒരു വിപ്ലവം തന്നെയായിരുന്നു: റിലേഷണൽ മോഡലിന്റെ വരവ്. അതായത് ഡേറ്റയെ ഭംഗിയുള്ള പട്ടികകളായി അല്ലെങ്കിൽ ടേബിളുകളായി ചിട്ടപ്പെടുത്തുന്ന രീതി. ഇത് സംഭവിച്ചത് 1970-ലാണ്. എഡ്ഗർ എഫ് കോഡ് എന്നൊരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ഈ ആശയം മുന്നോട്ട് വച്ചത്. സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഡേറ്റാബേസുകളുടെയും അടിത്തറയിട്ടത് അദ്ദേഹമാണ്. ശരി, ഈ ഡേറ്റാബേസുകളോട് സംസാരിക്കണമെങ്കിൽ നമുക്കൊരു ഭാഷ വേണ്ടേ? അതാണ് SQL. അതിൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. ആദ്യത്തേത് DDL, അതായത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഇതിനെ നമുക്ക് ഡേറ്റാബേസിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് വിളിക്കാം. ടേബിളുകൾ ഉണ്ടാക്കാനും അതിന്റെ ഘടന മാറ്റാനുമൊക്കെ ഇതുപയോഗിക്കുന്നു. ആ ബ്ലൂ പ്രിന്റ് വെച്ച് നമ്മളൊരു കെട്ടിടം പണിതു. ഇനി അതിനകത്ത് കാര്യങ്ങൾ ചെയ്യണ്ടേ? അവിടെയാണ് DML, അതായത് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് വരുന്നത്. പുതിയ വിവരങ്ങൾ ചേർക്കാനും ഉള്ളത് എഡിറ്റ് ചെയ്യാനും ആവശ്യമില്ലാത്തത് കളയാനുമൊക്കെ നമ്മൾ DML ആണ് ഉപയോഗിക്കുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഈ ഒരു താരതമ്യം നോക്കിയാൽ മതി. DDL എന്ന് പറയുന്നത് ഒരു ആർക്കിടെക്റ്റിനെ പോലെയാണ്. ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ് പോലുള്ള കമാൻഡുകൾ ഉപയോഗിച്ച് ഡേറ്റാബേസിന്റെ ഘടനയുണ്ടാക്കുന്നു. എന്നാൽ DML ഒരു ലൈബ്രറിനെ പോലെയാണ്. ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് കമാൻഡുകളിലൂടെ ആ ഘടനയ്ക്കുള്ളിലെ ഡേറ്റയെ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു അടിപൊളി ഡാറ്റാബേസ് ഉണ്ട്. പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണ്ടേ? അല്ലെങ്കിൽ വീണ്ടും പഴയ അവസ്ഥയാകും അല്ലേ? അവിടെയാണ് നോർമലൈസേഷൻ എന്ന ആശയത്തിന്റെ റോൾ. നോർമലൈസേഷന് ആകെ ഒരു ലക്ഷ്യമേയുള്ളൂ: ഡേറ്റ വെറുതെ ആവർത്തിക്കുന്നത് ഒഴിവാക്കുക. അതുവഴി സ്ഥലവും ലാഭിക്കാം, ഡേറ്റയിൽ പൊരുത്തക്കേടുകൾ വരാതെ നോക്കുകയും ചെയ്യാം. ഒന്നാമത്തെ നിയമം വളരെ സിമ്പിളാണ്. ഒരു ടേബിളിലെ ഓരോ കള്ളിയിലും ഒരൊറ്റ കാര്യം മാത്രമേ പാടുള്ളൂ. അതായത് ഒരാൾക്ക് 2 ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടി ഒരേ കള്ളിയിൽ കോമായിട്ട് എഴുതരുത്. അത് ശരിയല്ല. പകരം ഓരോ നമ്പറിനും ഓരോ വരി കൊടുക്കണം. എല്ലാം സിംഗിളായിരിക്കണം. അത്രയുള്ളൂ. രണ്ടാമത്തെ നിയമം കുറച്ചുകൂടി ശ്രദ്ധിക്കണം. ഒരു ടേബിളിലെ എല്ലാ വിവരങ്ങളും ആ വരിയിലെ പ്രധാന ഐഡിയുമായി, അതായത് പ്രൈമറി കീയുമായി നേരിട്ട് ബന്ധമുള്ളതായിരിക്കണം. ഉദാഹരണത്തിന്, ഒരു ഓർഡർ ഐഡിയാണ് നമ്മുടെ കീ എങ്കിൽ ഉൽപ്പന്നത്തിന്റെ പേര് ആ ഓർഡറിനെ ആശ്രയിച്ചിരിക്കും. പക്ഷേ ഉൽപ്പന്നമുണ്ടാക്കിയ ആളുടെ വിലാസം
ഓർഡറിനെ അല്ല, ഉൽപ്പന്നത്തെയാണ് ആശ്രയിക്കുന്നത്. അത്തരം വിവരങ്ങളെ വേറൊരു ടേബിളിലേക്ക് മാറ്റുന്നതാണ് ഈ നിയമം. മൂന്നാമത്തെ നിയമം ഈ വളഞ്ഞ വഴികളൊക്കെ ഒഴിവാക്കാനാണ്. അതായത് ഒരു വിവരം പ്രൈമറി കീയെ ആശ്രയിക്കുന്നു, വേറൊരു വിവരം ഈ ആദ്യത്തെ വിവരത്തെ ആശ്രയിക്കുന്നു. ആ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ബന്ധം വേണ്ട. എല്ലാ വിവരങ്ങൾക്കും പ്രൈമറി കീയുമായി ഡയറക്റ്റ് കോണ്ടാക്റ്റ് വേണം. ഇത് ഡേറ്റയിലെ അനാവശ്യ കണ്ണികൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇതുവരെ നമ്മൾ കണ്ടത് ഒരു ചിട്ടയുടെ ലോകമാണ്. പക്ഷേ ഇന്റർനെറ്റ് വന്നതോടെ ഡേറ്റയുടെ ഒരു പ്രളയം തന്നെ ഉണ്ടായി. അപ്പോൾ പഴയ നിയമങ്ങൾ മാത്രം പോരാതെ വന്നു. അങ്ങനെയാണ് ഡേറ്റാബേസ് പരിണാമത്തിലെ അടുത്ത ഘട്ടമായ NoSQL വരുന്നത്. ഈയൊരു ആശയം അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മളുണ്ടാക്കുന്ന ഡാറ്റയുടെ അളവ്, അത് യൂസർമാരെക്കുറിച്ചായാലും പ്രോഡക്റ്റുകളെക്കുറിച്ചായാലും ഭയങ്കരമായി കൂടിയപ്പോഴുണ്ടായ ഒരു ആവശ്യകതയാണ് NoSQL. SQL ഒരു സ്ട്രിക്റ്റായ സെക്യൂരിറ്റി ഗാർഡിനെ പോലെയാണ്. കൃത്യമായ രൂപത്തിലുള്ള ഡേറ്റയെ മാത്രമേ അകത്തേക്ക് വിടൂ. പക്ഷേ NoSQL അങ്ങനെയല്ല. ഫോട്ടോയോ വീഡിയോ ടെക്സ്റ്റോ എന്ത് തരം ഡേറ്റയാണേലും കേറിവായെന്ന് പറയും. ഇന്നത്തെ കാലത്തെ ആപ്ലിക്കേഷനുകൾക്ക് ആവശ്യമായ ആ ഒരു വേഗതയും വഴക്കവുമാണ് അതിന്റെ പവർ. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇതിലേതാണ് ബെസ്റ്റ്? SQL ആണോ NoSQL ആണോ? സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായ ചോദ്യമാണ്. ഇതൊരു മത്സരമല്ല. ഒരു സ്ക്രൂ മുറുക്കാൻ നമ്മൾ ചുറ്റിക ഉപയോഗിക്കില്ലല്ലോ. അതുപോലെ ഓരോ ആവശ്യത്തിനും ഓരോ ടൂളുണ്ട്. ഈയൊരു താരതമ്യം നോക്കൂ. ബാങ്കിംഗ് പോലുള്ള കാര്യങ്ങൾക്ക് എവിടെയാണോ ഓരോ ഡേറ്റയും കൃത്യമായിരിക്കേണ്ടത് അവിടെ RDBMS അഥവാ SQL ആണ് രാജാവ്. എന്നാൽ സോഷ്യൽ മീഡിയ ഫീഡ് പോലെ ഒരുപാട് ഡേറ്റ വളരെ പെട്ടെന്ന് വരുന്ന, ഘടനയൊന്നും നോക്കാത്ത സ്ഥലങ്ങളിൽ NoSQL ആണ് താരം. അപ്പോൾ ചിതറിക്കിടന്ന ഫയലുകളിൽ നിന്ന് തുടങ്ങി ചിട്ടപ്പെടുത്തിയ ഡേറ്റയുടെ ഈ ലോകത്തേക്കുള്ള നമ്മുടെ യാത്ര നിങ്ങൾക്ക് പുതിയ കാഴ്ചപ്പാടുകൾ നൽകിയെന്ന് കരുതുന്നു. ഡേറ്റയുടെ വളർച്ച പക്ഷേ അവസാനിക്കുന്നില്ല. ഓരോ സെക്കൻഡിലും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ഡേറ്റാ വിപ്ലവം എന്തായിരിക്കും? ഒരു പക്ഷേ ആ വിപ്ലവം കൊണ്ടുവരുന്നത് നിങ്ങളിലൊരാളായിരിക്കാം. ചിന്തിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി.